എല്ലാവർക്കും നമസ്കാരം. ഇത് എൻ്റെ അമ്മയാണ്. അമ്മയുടെ അക്യുപഞ്ചർ ചികിത്സയെ കുറിച്ചുള്ള അനുഭവം നമുക്ക് കേൾക്കാം. പറയൂ, അമ്മേന്റെ പേര് പറയൂ. എൻ്റെ പേര് ഉഷ. എനിക്ക് വയസ്സ് 72. 2022 ഞാൻ അക്യുപഞ്ചറിന് പോയത്. അപ്പോൾ അമ്മ മുട്ടുവേദന കൊണ്ട് ഒരുപാട് പ്രയാസപ്പെട്ടിരുന്നു. അമ്മ ജോലി ചെയ്യുന്നത് അമ്പലത്തിലാണ്, നമ്മുടെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ. അവിടെ ഓഫീസ് സ്റ്റാഫായിട്ടായിരുന്നു അമ്മ ജോലി ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ അമ്മ ആദ്യം പോയത് ജനറൽ ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ അവിടെ എല്ലിൻ്റെ ഡോക്ടറെ കൊണ്ടേ കാണിച്ചു, മുട്ടുവേദനയായുണ്ട്. ആരോ പറഞ്ഞു എല്ലിന് പിന്നെ നീര് കുത്തിയെടുത്തിട്ട് നോക്കാമെന്നോ എന്തോ പറഞ്ഞപ്പം നമുക്ക് അതത്ര സ്യൂട്ടബിൾ ആയിട്ട് തോന്നിയില്ല. പിന്നീട് നമ്മൾ സിദ്ധയിലേക്ക് പോയി. അങ്ങനെ സിദ്ധ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഈ പ്രയാസം മാറുന്നില്ല. തൽക്കാലം മാത്രം വേദനയ്ക്കുള്ള മരുന്നും ബാക്കിയെല്ലാം ഇങ്ങനെ കുടിക്കുന്നത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നമുക്ക് ആ ബുദ്ധിമുട്ടൊന്നും പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. ആ മുട്ടുവേദനയും കൊണ്ട് തന്നെയായിരുന്നു അമ്മ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേങ്കിൽ ഞാൻ അക്യുപഞ്ചർ ചികിത്സ സ്വീകരിച്ചതിന് ശേഷം എനിക്ക് മാറ്റം ഉണ്ടായപ്പോൾ ഞാനെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം അമ്മേനോട് പറഞ്ഞു മരുന്നൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് അക്യുപഞ്ചറിസ്റ്റിനെ കാണിക്കാൻ വേണ്ടി പോകാമെന്ന്. അങ്ങനെ അമ്മേനെ കൂട്ടിയിട്ട് അക്യുപഞ്ചറിസ്റ്റിൻ്റെ അടുക്ക പോയി. പോകുമ്പോൾ ആദ്യത്തെ തവണയൊന്നും എനിക്ക് ഒറ്റയ്ക്ക് അയക്കാൻ പോലും പേടിയായിരുന്നു. ബസ് കയറാൻ ബുദ്ധിമുട്ടായിരുന്നു നമുക്ക്. അതുപോലെ തന്നെ പിന്നെ ഇറങ്ങുന്നതിനൊക്കെ ബസ് പെട്ടെന്ന് എടുക്കും, സ്റ്റോപ്പ് ചെയ്യെല്ലാം ചെയ്യുമ്പോൾ അവിടെ ഞാൻ കൂടെ പോയിരുന്നു. പക്ഷെ രണ്ടാമത്തെ സിറ്റിംഗ് മുതൽ അമ്മ ഒറ്റക്കാണ് പോയത്. ഇനി അമ്മ പറയൂ, എത്ര പ്രാവശ്യം പോയി? 2 മാസത്തോളം പോയി. 2 മാസത്തോളം പോയി. എന്തുണ്ടായിരുന്നു അവിടെ പോയാലും? അത്ര നാളും മരുന്ന് കുടിച്ചൊരു അമ്മയായിരുന്നു. അല്ല, പിന്നെ എനിക്ക് നല്ല വ്യത്യാസം വന്നു. വേദന പോയി, നീര് പോയില്ലേ? പോയി. മുട്ടിന്റെ നീര് പോയി, വേദന പോയി. അത് കഴിഞ്ഞ് പിന്നെ ജോലി നല്ലോണം ചെയ്യാൻ വേണ്ടി പറ്റില്ലേ? സ്റ്റെപ്പെല്ലാം കയറാൻ പറ്റുന്നുണ്ട്. മറ്റേ സ്റ്റെപ്പ് കയറുമ്പോ ഇറങ്ങുമ്പോ എല്ലാം വിഷമേനു. അപ്പൊ അതൊന്നുമില്ല. അതിന് ശേഷം പിന്നെ നമ്മള് ഒരു പ്രാവശ്യം പോലും ഇംഗ്ലീഷ് ഡോക്ടറെ കാണിക്കേണ്ടി വന്നിട്ടില്ല. വന്നിട്ടില്ല. അമ്മക്ക് ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകത എന്ന് വെച്ചാൽ അമ്പലത്തിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് രാവിലെ എണീച്ച്, ഞാൻ ഇതിൽ പറയാറുണ്ട്, രാവിലെ എണീച്ച് അമ്മ 4 മണിക്ക് കുളിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ അമ്മക്കുള്ള ഒരു പ്രത്യേകത, 1 മിനിറ്റ് പോലും കക്ഷി വെറുതെ ഇരിക്കില്ല, എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇപ്പം അമ്മ സോഷ്യൽ വർക്കർ ആയതുകൊണ്ട് തന്നെ ആശാ വർക്കറോ മറ്റോ ഇങ്ങനെ ക്യാമ്പ് വെക്കുമ്പോൾ വിളിച്ചാൽ പോലും അമ്മക്ക് പ്രഷറോ ഷുഗറോ അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. ഇതുവരെ അമ്മ മെഡിസിൻ കഴിക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ വിചാരിക്കുന്നു അമ്മേന്റെ ആ നേച്ചർ പ്രകാരമാണ് എപ്പോഴും ആക്റ്റീവ് ആള്, എപ്പോഴും നടന്നുകൊണ്ടിരിക്കും. വീട്ടിൽ അങ്ങനെ കാണില്ല. അപ്പൊ നമ്മുടെ ബോഡി നന്നായിട്ട് മൂവ്മെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇപ്പൊ 4G സ്ട്രിക്റ്റ് ആയിട്ട് പാലിക്കുന്ന ആളൊന്നല്ല, എന്നാൽ പോലും രോഗങ്ങൾ ഉണ്ടാവുന്നത് കുറവാണ്. കാരണം കക്ഷി അങ്ങനെയാണ്, അതിൽ സാറ്റിസ്ഫൈഡും ആണ് ഇങ്ങനെ നടക്കുന്നതും പുറത്തു പോയി ഇതാക്കുന്നതും. കാരണം മൂടിക്കെട്ടിയിരുന്ന് നമ്മൾ ഒരുപാട് മെഡിസിൻ കഴിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും രോഗം ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് പ്രായമായിട്ട് ഒരുപാട് മരുന്ന് കുടിച്ച് വേദനകളൊന്നും മാറുന്നില്ലെങ്കിൽ തീർച്ചയായും ഒരു അക്യുപഞ്ചറിസ്റ്റിന്റെ അടുക്ക പോയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ജീവിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, താങ്ക് യു.